ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പൊന്നൂസ് വേൾഡ്. ഇന്നത്തെ നമ്മളെ വീഡിയോ ബോട്ടിൽ ഡെക്കറേഷനായിട്ട്. ഇന്നത്തെ നമ്മളെ വീഡിയോ വളരെ ഈസി ആയിട്ട് നമുക്ക് ബോട്ടിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ബോട്ടിലാണ്. ആദ്യം അതിന് വലുത്, പിന്നെ അതിന് ചെറുത്, പിന്നെ അതിന് ചെറുത്, അങ്ങനെ 3 ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കുന്ന രീതി നോക്കാം. ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വലിയ ബോട്ടിലൊന്ന് എടുക്കണം. എന്നിട്ട് ഇതാ സിസർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഞാൻ വലിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതത് വളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഞാൻ ഇതാ ഒന്ന് നേരെ ആക്കിയിട്ട് കട്ട് ചെയ്ത് കഴിയണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിതാ വലിയ കുപ്പി കട്ട് ചെയ്താൽ അതുപോലെ തന്നെ നമ്മളെ 3 കുപ്പിയും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കുപ്പിയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. രണ്ടാമത്തെ കുപ്പി നമ്മളിപ്പോൾ ഈ ഒരു കുപ്പി ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തു. ഈ കുപ്പിയും കുറച്ച് നമ്മളിപ്പോൾ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തതിന് ഈ ഒരു കുപ്പിയും കുറച്ച് ചെറുതിൽ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് കട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ കുപ്പിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വലുത്, പിന്നെ അതിലും ചെറുത്, അങ്ങനെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, കുപ്പി എടുത്തതിന് ശേഷം വലിയ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മുറിക്കാന്ന് വെച്ചാൽ നമ്മളെ കുപ്പി ഇതേപോലെ മുറിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മളെ കുപ്പി അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ മുറിക്കുന്നത് കാട്ടിത്തരാം. അറിയാത്തവർക്കൊക്കെ ഇത് യൂസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മുറിക്കുന്നത് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണം നോക്കാം. അതൊന്നും ഈ സിസർ എടുത്തതിന് ശേഷം അവിടെ ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് വെട്ടി കൊടുക്കരുത്, കുറച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കണേ. അങ്ങനെ എല്ലാം എടുത്തൊന്ന് ഫുള്ളായിട്ടൊന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ 3 കുപ്പി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് വെട്ടി കൊടുക്കണേ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ്, അതുപോലെ നല്ല ഭംഗിയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ വിട്ടപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ രണ്ടാമത്തെ കുപ്പിയാണ് ഇങ്ങനെ മുറിച്ചത്. നമുക്ക് 3 കുപ്പി ഇതേപോലെ മുറിച്ച് കളയാം. ഒക്കെ ഇപ്പോൾ ഞാനിതാ 3 കുപ്പി ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ മുറിച്ച് കളഞ്ഞത് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാം ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിത് ആദ്യം ഇങ്ങനെ മലർത്തി ഇങ്ങനെയൊക്കെ ഞാൻ കാട്ടിത്തരാൻ എനിക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ആദ്യം ഇങ്ങനെ മലർത്തി കൊടുക്കുക, പിന്നെ ഒന്നിങ്ങനെ നേരാക്കി കൊടുക്കുക. അങ്ങനെ വെക്കുക. ഇത് നേരാക്കി കൊടുക്കുക, ഇത് മലർത്തി കൊടുക്കുക, അതുപോലെ തന്നെ ഇത് നേരാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് അവസാനം കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്ന്. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള 3 കുപ്പിയും ഇതേപോലെ ഒന്ന് ചെയ്ത് കളയണേ.
അപ്പോൾ നമ്മൾ 3 അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വേറെ ഏതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പൂ പോലെ അയക്കണല്ലേ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഗം എടുക്കണം കേട്ടോ. ഈ ഗമ്മിൻ്റെ പേരിതാ ഇവിടെ കാണിക്കുന്നുണ്ട്, ബോണ്ട് എന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഗമ്മ് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഗമ്മാണ് ഈ ഒരു കുപ്പിമേലൊക്കെ ഒട്ടാറുള്ളത്. നല്ല ഒട്ടും നല്ല ഗമ്മാട്ടോ ഈ ഒരു ഗമ്മ്. ഇനി ഈ ഗമ്മ് നമുക്ക് വേണം. അപ്പോൾ ഇനി ഈ ഗമ്മ് കൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഈ ഒരു ഗമ്മ് കൊണ്ട് നമ്മളെ ഈ കുപ്പീൻ്റെ നടുവുണ്ടല്ലോ, ഈ കുപ്പീൻ്റെ നടുവിൽ ഇച്ചിരി ഒന്ന് പശാക്കി കൊടുക്കണം, നമ്മൾ ഗമ്മാക്കി കൊടുക്കണം. വലിയ കുപ്പിയിലാട്ടോ ആദ്യം ആക്കി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ വലിയ കുപ്പിയാണ്. ഈ വലിയ കുപ്പിയുടെ നടുവിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ രണ്ടാമത്തെ അതിനും ചെറുതുള്ള കുപ്പി ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഇതാ ഇതും അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് ഇത് എവിടെ ഒരു കളർ മുത്തുണ്ടാവും, അത് ഇതാ നമ്മളെ ഈ ഒരു ഇതിലുമേൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ലെതർ ഒട്ടിച്ചു. എന്താ 2 കുപ്പിയും നമ്മൾ ഇതിലോട്ട് ഇട്ടു. ഇനി 3ാമത്തെ കുപ്പിയാണ് ഞാൻ ഇതിലോട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. ആ പശ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ 3ാമത്തെ കുപ്പിയും കൂടെ ഒന്ന് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതേപോലത്തെ മുത്താണ്. ഇത് തിന്ന് കഴിക്കാൻ പറ്റുള്ള സാധനമല്ല കേട്ടോ. ഇത് കളർ മുത്താണ്. തെർമാക്കോള് പൈൻ്റ് വെച്ചിട്ടുള്ള ഒരു മുത്താണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇനി ഇത് ആവശ്യമുണ്ട് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഈ ഇതൽമേൽ ഇതാ ഓരോ ഇതേപോലത്തെ ഈ ഓരോ മുത്തുകൾ ഇതാ ഇതൽമേൽ ഇങ്ങനെ മൂന്നെണ്ണീച്ചായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതിന് നമുക്ക് ഈ ഒരു പശ തന്നെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു പശ ഇപ്പം യൂസ് മുത്തിൻ്റെ അവിടെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേഗം ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഏകദേശം ഒന്ന് മുത്തൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ചെയ്യാം എല്ലായിടത്തും, അതായത് നമ്മൾ ഇതിലെല്ലാ ഇതിലും ഇങ്ങനെ എന്ത് ചെയ്യുക ഒട്ടിക്കാൻ വേണ്ടി നോക്കുക. നല്ല ഭംഗിയാണ്. ഇത് ഷോക്കേസൊക്കെ ഉള്ളവർക്ക് ഷോക്കേസിലൊക്കെ നോക്കാൻ വേണ്ടി നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. ബൈ ബൈ.